محمد سيد الكونين والثقلين والفريقين من قرب ومن عجم يا رب بالمصطفى واغفر لنا ما مضى يا واسع الكرم मेरे डूबने में बाकी न कोई कसर रही थी मेरे डूबने में बाकी न कोई कसर रही थी कहा अल मदद मोहम्मद तो उभर गया सफीना तेरे कदमों में आना मेरा काम था मेरी किस्मत जगाना तेरा काम है तेरे कदमों में आना मेरा काम था मेरी बिगड़ी बनाना तेरा काम है അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം ഈ വിശുദ്ധമായ മാസത്തിലായതിനാൽ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ പ്രപഞ്ചമാകമാനം സന്തോഷിക്കുകയാണ്. ജീവജാലങ്ങളും അചേതന വസ്തുക്കളുമെല്ലാം ആ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ആഹ്ലാദിക്കുകയാണ്. ഞാനും നിങ്ങളും നമ്മളുടെ ഹൃദയാന്തർഭാഗത്ത് ഹബീബായ നബിയോടുള്ള ഇഷ്ടം കൂടുതലായി പ്രകടിപ്പിക്കാൻ ഈ മാസത്തിലെ ഓരോ സമയവും ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് നമ്മൾ മദ്ഹ് പെയ്തിറങ്ങിയ ഇഷ്ക് അലയടിച്ച ഈ സദസ്സിൽ നമ്മൾ കൂടിയിട്ടുള്ളത്. എവിടെയും ഇന്ന് ഹബീബിന്റെ നാമം ഉച്ചരിക്കപ്പെടുന്നു. എവിടെയും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ മുഴക്കപ്പെടുന്നു. ഇതുപോലൊരു സദസ്സിൽ ഞാൻ ഹബീബായ നബിയോടുള്ള ഹുബ്ബിനെ കുറിച്ച് പറയുമ്പോൾ, അഷ്റഫുൽ ഖൽഖിനോട് നമ്മുടെ മനസ്സിലുള്ള മഹബ്ബത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. കാരണം ആ മഹബ്ബത്ത് എന്റെ ഖൽബിലില്ലാതെയാണ് ഞാൻ നബിയുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്നത് എന്നാണ് എനിക്ക് പറയേണ്ടി വരിക. വകൈഫ യുദ്രികു ഫിദ്ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുലുമി. ബുസീരി ഇമാം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജ്റ 696 ക്രിസ്താബ്ദം 1295 അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ നബിയുടെ മദ്ഹ് മഹാനുഭാവൻ പറയുമ്പോ എങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖിന്റെ ആ യാഥാർത്ഥ്യം, അവിടുത്തെ ഹഖീഖത്ത്, ആ സ്നേഹത്തിന്റെ സത്യം എങ്ങനെയാണ് എത്തിക്കാൻ കഴിയുക? ആർക്കെത്തിക്കാൻ കഴിയുക? ഖൗമുൻ നിയാമുൻ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകൾ അഷ്റഫുൽ ഖൽഖിനെ കുറിച്ച് അവർ പറയുന്നവരായേക്കാം, നബിയെ കുറിച്ച് അവർ കേൾക്കുന്നവരായേക്കാം. ആ സ്നേഹം ഹൃദയത്തിൽ ഉൾക്കൊള്ളതിന്റെ അടയാളം എന്താണ്? അവർ കള്ളം പറയുന്നവരാവില്ല, അവർ വഞ്ചിക്കുന്നവരാവില്ല, അവർ തിന്മ ചെയ്യുന്നവരാകില്ല. അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഒന്നും അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാകില്ല. അല്ലാഹുവിനോടുള്ള റസൂലിനോടുള്ള പ്രതിബദ്ധത കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, തഖ്വ കൊണ്ട് ജീവിതം സന്തുഷ്ടമാക്കാൻ, ധന്യമാക്കാൻ ശ്രമിക്കാത്ത ഒരു വിഭാഗം എങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറയുക? എങ്ങനെയാണ് അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാൾ നബിയുടെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുക? അതുകൊണ്ട് ഞാൻ ഈ സദസ്സിനോട് പറയുന്ന കാര്യം, നമ്മൾ മഹബ്ബത്തിന്റെ അടയാളങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ നബിയെ സ്നേഹിച്ചവരുടെ കഥകൾ പറഞ്ഞെടുക്കുകയാണ്. നമ്മൾ അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിക്കുവാനുള്ള മാർഗങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവിടുത്തെ കഴിയുന്ന എത്ര പ്രകീർത്തിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹിയുടെ മദ്ഹുകൾ നമ്മെ കൊണ്ട് പറയാൻ പറ്റുന്ന എത്ര പറഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖിലേക്ക് ചേരാൻ നമ്മൾ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? നമ്മൾ നമ്മുടെ ഉമ്മയെ സ്നേഹിക്കുന്നുണ്ട്, വാപ്പയെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഭാര്യയോട് നമുക്ക് വലിയ എത്ര പരിധിയുണ്ട്. അത് ഏത് നിമിഷവും ഇല്ലാതെയായി പോവില്ലേ?
ഏത് സമയത്തും ആ സ്നേഹം നമുക്കുണ്ട് എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? എന്നാൽ അങ്ങനെ ഒരു തടസ്സം നമുക്ക് പറയാൻ കഴിയാത്ത, എന്നെയും നിങ്ങളെയും ഈ ഉമ്മത്തിനെ ആകമാനം കൽബിന്റെ അകത്ത് എപ്പോഴും സ്നേഹത്തോടെ മാത്രം ഓർത്ത ഒരാൾ അങ്ങനെ ഉണ്ടെന്ന് അല്ലാഹു പഠിപ്പിച്ച ഒരാൾ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. ആ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള എല്ലാ നിയമങ്ങളും അവതീർണമായി കഴിഞ്ഞു. ഖുർആൻ സമ്പൂർണമായി കഴിഞ്ഞു. എന്നിട്ടും അല്ലാഹു തആല ചില വചനങ്ങൾ വീണ്ടും വീണ്ടും ഇറക്കിക്കൊണ്ടേയിരുന്നു. നമുക്ക് കാണാൻ കഴിയും ആ വചനങ്ങളിൽ, ആ ആയത്തുകളിൽ അല്ലാഹു ഹബീബിനെ പരിചയപ്പെടുത്തുകയായിരുന്നു വീണ്ടും വീണ്ടും വീണ്ടും. ഒരഭിപ്രായ പ്രകാരം അവിടുത്തെ വഫാത്തിന് മുമ്പ് അവസാനമായി ലോകത്തേക്ക് അവതീർണമായ വചനം ഇതാണ്: ലഖദ് ജാഅകും റസൂലും മിൻകും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ നിങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ദൂതർ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വിഷമമാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? ഹരീസുൻ അലൈക്കും. നിങ്ങളോട് വലിയ അത്യാഗ്രഹമുള്ളയാളാണ്. നിങ്ങൾ നന്നാവാൻ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ, നിങ്ങൾ നരകത്തിൽ കടക്കാതിരിക്കാൻ, നിങ്ങൾ മഹ്ശറിൽ സലാമത്താകാൻ, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്നൊഴിവാകാൻ, നിങ്ങളുടെ കുടുംബം നന്നാവാൻ, എല്ലാറ്റിനും നിങ്ങളോട് അത്യാഗ്രഹമുള്ള ഒരാളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുമ്പോ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് കഴിയുക? ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ് റഊഫും റഹീമും. അല്ലാഹുവാണ് കൃപാലുവായ ആൾ, അല്ലാഹുവാണ് ദയാലുവായ ആൾ. അങ്ങനെ ഇതാ വിശ്വാസികളായ നമ്മോട് വലിയ ദയയുള്ള കൃപയുള്ള ഒരാളെ എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കാതിരിക്കുക? എങ്ങനെയാണ് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കാതിരിക്കുക? എങ്ങനെയാണ് എന്റെ കൽബിന്റെ അകത്ത് ആ അഷ്റഫുൽ ഖൽഖിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിറക്കാതിരിക്കുക? റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന സന്ദർഭം എനിക്ക് തോന്നി റസൂലുള്ളാഹിക്ക് ഇപ്പൊ നല്ല സന്തോഷമാണ്. നബിയുടെ മുഖത്തത് ഇങ്ങനെ കാണുന്നുണ്ട്. ആയിഷ ബീവിയോടൊപ്പം ഇങ്ങനെ കൂടി സംസാരിക്കുമ്പോ നബിക്ക് വലിയ ആഹ്ലാദം, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. അപ്പൊ ഞാൻ നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ. അല്ലാഹുവിനോടങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? തന്റെ പ്രിയതമ അങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുക്കുകയാണ്, അല്ലാഹുവേ, ആയിഷയുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ. ആയിഷ ബീവിക്ക് വരാനിരിക്കുന്ന ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ. ആയിഷയുടെ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ. അവര് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആയിഷക്ക് വലിയ സന്തോഷമായി. ആ സന്തോഷം കാരണത്താൽ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ചിരിച്ച് ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖം അവിടുത്തെ മടിയിൽ വെച്ചു. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കാണ്, ആയിഷ, എന്റെ ദുആ നിനക്ക് സന്തോഷം നൽകിയോ? അവിടുന്ന് പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എങ്ങനെയാണ് എന്റെ ദുആ, നിങ്ങൾ അങ്ങയുടെ ദുആ എനിക്ക് സന്തോഷം നൽകാതിരിക്കുക? അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കോളൂ. ഈ സദസ്സിന്റെ ലാഭം അതുമാത്രമാണ്. നമ്മൾ പണം ചെലവഴിച്ചതിന്റെ ലാഭം അതാണ്. നമ്മൾ ഈ ഇരിക്കുന്നത് അതിന് നേട്ടമായി നാളെ ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കാനുള്ളത് ആ സ്വലാത്തിന്റെ പുണ്യങ്ങളാണ്. നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ
അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയിൽ നിന്ന് റസൂലുള്ള നമ്മെ കാണാനും നമുക്ക് കാരുണ്യം തേടാനും അല്ലാഹു തമ്പുരാന്റെ പരിശുദ്ധമായ കാരുണ്യം നമുക്ക് വർഷിക്കാനും കാരണമാകും. അതുകൊണ്ട് ഈ സദസ്സിനി അവസാനിക്കുന്നത് വരെ അണമുറിയാത്ത സ്വലാത്ത് കൊണ്ട് ഈ മജ്ലിസിനെ ധന്യമാക്കാൻ കഴിയണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ അങ്ങനെയാണെങ്കിൽ എന്റെ ഉമ്മത്തിന് ഇന്നഹാ ലദുആഇ ലിഉമ്മതി ഫീ കുല്ലി സ്വലാ, എന്റെ ഉമ്മത്തിനെ എല്ലാ നിസ്കാരത്തിലുമുള്ള എന്റെ പ്രാർത്ഥന ഇതാണ് എന്ന് പഠിപ്പിക്കുമ്പോ നമുക്ക് വേണ്ടി നിസ്കാരത്തിൽ എല്ലാ സമയത്തും ഉമ്മത്തി, ഉമ്മത്തിനെ എവിടുന്ന് മാറ്റി നിർത്തിയിട്ടില്ല. നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ ഞാൻ നബിയുടെ ഉമ്മത്തല്ല? അതുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും നമുക്ക് ഓരോരുത്തർക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ കിട്ടിയിട്ടുണ്ട്. ഒരവസരത്തിൽ അവിടുന്ന് ജന്നത്തുൽ ബഖീഇലേക്ക് സിയാറത്തിന് വേണ്ടി പോവുകയാണ്. ജന്നത്തുൽ ബഖീ എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ ശ്മശാനമാണ്. സ്നേഹം ഉറങ്ങിക്കിടക്കുന്ന മഖ്ബറയാണ്. നബിയെ സ്നേഹിക്കുന്നവരൊക്കെ കടന്നു ചെന്ന് ദുആ ചെയ്യുന്ന ഇടമാണ്. കാരണം ആയിഷ ബീവി എവിടെയാണുള്ളത്, ഫാത്തിമ ബീവി എവിടെയാണുള്ളത്, ഹഫ്സ ബീവി എവിടെയാണുള്ളത്, റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഇണകൾ മുഴുവൻ ഒട്ടുമിക്ക പേരും എവിടെയാണുള്ളത്, അഷ്റഫുൽ ഖൽഖിന്റെ മക്കൾ എവിടെയാണുള്ളത്, പതിനായിരക്കണക്കിന് വരുന്ന സ്വഹാബത്തുൽ കിറാം എവിടെയാണുള്ളത്. അതുകൊണ്ട് നബി ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾ ജന്നത്തുൽ ബഖീഇൽ പോവുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. അത് നബി കാണിച്ചു തന്ന മാർഗം കൂടിയാണ്. അവിടുത്തെ വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീഇൽ പോയി സിയാറത്ത് ചെയ്യുകയാണ്. സ്വഹാബികൾ ചില ആളുകൾ കൂടെയുണ്ട്. ദുആ ചെയ്ത അവിടുത്തെ കണ്ണിലൂടെ കണ്ണീരിങ്ങനെ ധാരധാരയായിട്ടൊഴുകി. റസൂലുള്ളാഹി തങ്ങൾ ആ ദുആ അവസാനിപ്പിക്കുമ്പോ കൂടെയുള്ള സ്വഹാബികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്ന കാര്യമാണ്, സ്വഹാബാ വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, ഞാൻ എന്റെ സഹോദരന്മാരെ കണ്ടിരുന്നെങ്കിൽ എന്ന് മോഹിക്കുകയാണ്. സ്വഹാബികൾ ചോദിച്ചു, നബിയേ അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ? മറുപടി പറയുകയാണല്ല, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല, അന്തും അസ്ഹാബീ, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. എന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരാണ് നിങ്ങൾ. എന്റെ സഹോദരന്മാരെന്ന് പറയുന്നവർ അവരെ ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം ധനത്തെക്കാളും സന്താനങ്ങളെക്കാളും കുടുംബത്തെക്കാളും എന്നെ കണ്ടിരുന്നുവെങ്കിലെന്ന് മോഹിക്കുന്നവരാണവർ. അവരാണ് എന്റെ സഹോദരന്മാർ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഞാൻ നാളെ മഹ്ശറിൽ വെച്ചവരെ കണ്ടുമുട്ടുന്നതാണ്. ഞാൻ അവരെ മഹ്ശറിൽ വെച്ച് കണ്ടാൽ വഅന ഫറതുഹും അലാ ഹൗളി, എന്റെ ഹൗദുൽ കൗസറിലേക്ക് അവരുടെ കൈപിടിച്ച് ഞാൻ നയിക്കുന്നതാണെന്ന് പറയുമ്പോ സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ നിങ്ങൾ അവരെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അന്നേ ദിവസം അവരെ കാണുമ്പോഴങ്ങ് തിരിച്ചറിയുന്നത്? അതിനവിടുന്ന് പറയുന്ന മറുപടി, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലിനെ ഇഷ്ടപ്പെടുന്നവരെ, ആ സ്നേഹം പഠിപ്പിച്ച് തന്നത് തന്നെയാണ്. അവിടുന്ന് പറയുകയാണ്, ഞാൻ അവരെ തിരിച്ചറിയുന്നത് ഖുർറൻ മുഹജ്ജലീന ബിആസാരിൽ വുളൂ, വുളൂഇന്റെ അവയവങ്ങൾ, അവരുടെ കൈകാലുകൾ, അവരുടെ മുഖം, അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ നിസ്കാരത്തിന് വേണ്ടി അംഗശുദ്ധി വരുത്തുന്നവരായിരിക്കുമല്ലോ അവർ. അങ്ങനെ ഞാൻ പരലോകത്ത അവയവങ്ങൾ മുഴുവൻ കത്തിത്തിളങ്ങുന്നവരായി, വെട്ടിത്തിളങ്ങുന്നവരായി ഞാൻ അവരെ തിരിച്ചറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആ സ്നേഹത്തെ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. നബിയെ ഓർക്കാതെ ജീവിക്കാൻ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടില്ല. നബിക്ക് അള്ളാഹു തമ്പുരാന് ഹബീബായ മുഹമ്മദ് റസൂലിനോടുള്ള സ്നേഹത്തിന്റെ വലിയ അടയാളം എന്താണെന്നറിയോ? നമ്മൾ ഓരോരുത്തരും ആ സ്നേഹം നിലനിർത്താൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി അള്ളാഹു തമ്പുരാൻ ചെയ്തു വെച്ചു. നമാസോ മേ, അസാൻ മേ,
कलिमा में और अर्श पर हर जा खुदा ने नाम तेरा नाम से अपना मिलाया है. നമ്മളിങ്ങനെ കൂടണമെന്നില്ല, നമ്മൾ മൗലിദ് ചൊല്ലണമെന്നില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇല്ലാതെ തന്നെ, അതൊക്കെ അതിന്റെ വർധനവിന്റെ ഭാഗമാണ്. അതൊക്കെ ഇല്ലാതെ തന്നെ നിരന്തരം ആ നബിയുടെ പേര് പറയാൻ. ഒന്ന് നോക്കൂ നിങ്ങൾ, നിസ്കാരങ്ങളിലാണ്. അതൊരു വലിയ അത്ഭുതമല്ലേ? നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്. അത് അള്ളാഹു നബിക്ക് നേരിട്ട് കൈമാറിയതാണ്. അള്ളാഹു ഓർക്കപ്പെടുകയാണ് ഓരോ നിസ്കാരങ്ങളിലൂടെയും. പക്ഷെ അള്ളാഹു അത് മാത്രമല്ലല്ലോ ചെയ്തത്. മുഹമ്മദുർ റസൂലിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഓർമ്മ മറ്റൊരാൾക്കും ഈ ലോകത്ത് മറ്റൊരു രീതിയിലും നൽകപ്പെട്ടിട്ടേയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സാധാരണ ഒരാളോട് എങ്ങനെയാ നമ്മൾ സലാം പറയാ? അസ്സലാമു അലൈക്കും. ഈ പ്രസംഗം കഴിഞ്ഞ്, പരിപാടി കഴിഞ്ഞ് ഭാര്യക്ക് നമ്മൾ വാട്സാപ്പിൽ സലാം പറയുമ്പോ അസ്സലാമു അലൈക്കും, മക്കളോട് സലാം പറയുമ്പോ അസ്സലാമു അലൈക്കും. ഈ ഇരിക്കുന്ന ആളുകളോട്, നിങ്ങളോട് ഞാൻ സലാം പറഞ്ഞപ്പോ അസ്സലാമു അലൈക്കും. ഒരാളാണെങ്കിലും 10,000 ആളാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനോട് മാത്രമല്ല, അവന്റെ ചുറ്റുപാടുകളോട്, അവന്റെ കൂടെയുള്ള മലക്കുകളോട്, അവന്റെ പ്രകൃതിയോട്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുക. ഒരാളോട് സലാം പറയുമ്പോൾ നിങ്ങളുടെ മേൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന എന്തൊക്കെയുണ്ടോ അതിന്റെ ഒക്കെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. ഒരു മുഅ്മിനോട് സലാം പറയുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ നിസ്കാരത്തിൽ നബിയോട് സലാം പറയുമ്പോൾ മറ്റൊരാൾ കൂടെയില്ല. അത് നബിക്ക് മാത്രം പറയുന്ന ഒരു സലാമാണ്. തന്റെ കൺമുമ്പിൽ ഒരാളെ കാണുമ്പോൾ, നേരെ സംസാരിക്കുമ്പോൾ, ആ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുമ്പോ നിസ്കാരങ്ങളിലൂടെ അള്ളാഹു നിലനിർത്തിയ അഷ്റഫുൽ ഖൽഖിന്റെ ഓർമ്മപ്പെടുത്തൽ എത്ര വലുതാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏ നബിയേ, അങ്ങയുടെ മേലിൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അത് നബി പറഞ്ഞ സലാമാണ്. അത് സ്വഹാബികൾ ഏറ്റെടുത്ത സലാമാണ്. അത് കോടിക്കണക്കിന് ജനങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനോട് നിസ്കാരത്തിലൂടെ നിരന്തരമായി സലാം പറയുന്ന മനോഹരമായ ഒരു രൂപമാണ്. ഒരാളെ ഇങ്ങനെ നേരിൽ കാണുന്നത് പോലെ, അത് വെറുതെ പഠിപ്പിച്ച കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ മറ്റൊരാളില്ലല്ലോ. تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ലോകം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഇനി ഖിയാമത്ത് നാൾ വരെ ഇതുപോലൊരു മനോഹരമായ നിമിഷമില്ല, ഇതുപോലെ ഉജ്ജ്വലമായ ഒരു സന്ദർഭമില്ല, ഇത്രമേൽ പ്രഭാപൂരിതമായ മറ്റൊരു സന്ദർഭമില്ല. തേരെ ലിയേ ഹേ ദുനിയാ ബനി ഹേ നീലേ ഫലക് കി ചാദൽ തനി ഹേ തൂനെ ജഹാ മേ महफिल सजाई तारीकियों में शम्मा जलाई. गर तू न होता तो दुनिया थी खाली सारे नबी तेरे दर के सवाली शाहे मदीന. മദീനയുടെ ചക്രവർത്തിയായ, ലോകം പടക്കപ്പെടാൻ കാരണക്കാരനായ എല്ലാ പ്രവാചകന്മാരും അങ്ങയുടെ ഉമ്മറപ്പടിയിലാണെന്ന് പറയുന്ന, ഈ ലോകത്താകമാനം വെളിച്ചം വിതറിയ, എല്ലാ ഇരുട്ടുകളിലും പ്രകാശം നിറച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തമ്പുരാൻ നേരിൽ കാണുന്ന ആ മനോഹരമായ മുഹൂർത്തത്തിന് സമാനമായി ലോകത്തൊരു നിമിഷമുണ്ടായിട്ടില്ല. ആ ഒരു നിമിഷം ഇനി ഈ ലോകാവസാനം വരെ ആവർത്തിക്കപ്പെടുകയുമില്ല. ആ ഒരു സന്ദർഭത്തിലാണ്, മറ്റൊരാൾ കൂടെയില്ലാത്ത ഘട്ടത്തിലാണ് വിശ്വാസികളെ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ച ആ സലാം സംഭവിക്കുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരങ്ങളിൽ നബിയുണ്ട്. അത് അള്ളാഹു നിലനിർത്തിയ സ്നേഹത്തിന്റെ അടയാളമാണ്. നിസ്കാരത്തിൽ മാത്രാണോ? അസാൻ മേ നമ്മൾ
നമ്മുടെ ഇബാദത്തുകൾ മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് ആ സ്നേഹമല്ലയോ? എവിടെ ഒരുമിച്ച് കൂട്ടിയത്? ഓരോ നിസ്കാരത്തിനും ഒരു ഇമാമ് നിൽക്കുമ്പോ ആ ഇമാമിന്റെ പിന്നിൽ ആയിരങ്ങൾ അണിചേരുമ്പോ, നമ്മുടെ വീടുകളിൽ നിസ്കരിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ പ്രിയപ്പെട്ടവരെ പിറകിൽ നിർത്തി നമ്മൾ നിസ്കരിപ്പിക്കുമ്പോ അതിന് വലിയ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്താ? ആ ബാങ്ക് കേൾക്കുമ്പോ വിശുദ്ധമായ മദീനയുടെ നാനാഭാഗത്തു നിന്ന് ഒഴുകി ഒഴുകി മസ്ജിദുൻ നബവിയിലേക്ക് വരുന്ന സ്വഹാബികളെ നിങ്ങളൊന്ന് കണ്ണിൽ കണ്ടു നോക്കൂ. അതുപോലൊരു ജമാഅത്ത് നമുക്കാർക്കും കഴിയില്ല. അവിടെ സ്നേഹമായിരുന്നു ആ വിളിയുടെ ഉത്തരം. ആ വിളിക്കവരിങ്ങനെ ഉത്തരം നൽകുമ്പോ, ബാങ്കവര് കേൾക്കുമ്പോ അവരുടെ മനസ്സിൽ എന്താണ്? നമ്മൾ നിൽക്കുന്നത് ഹബീബായ നബിയുടെ പിറകിലാണ്. നബിയല്ലാത്ത മറ്റൊരു ഇമാം അവിടെയില്ല. മസ്ജിദുൻ നബവിയാണ്. ഒഴുകി വരുന്നവരുടെ കൂട്ടത്തിൽ, നടന്നു വരുന്നവരുടെ കൂട്ടത്തിൽ മഹാന്മാരായ സഹാബികളിൽ എല്ലാവരുമുണ്ട്. അവരിങ്ങനെ വരികയാണ്. നമ്മളൊക്കെ എത്ര അത് പറയാനും അവിടെ ചെല്ലാനും ആ മണ്ണിൽ ചവിട്ടാനും ഭാഗ്യം കിട്ടിയവരെ, അല്ലാഹുവേ ഇനിയും ഞങ്ങളെ നീ എവിടെ എത്തിക്കണേ റബ്ബേ. ആമീൻ പറയൂ, എത്തിക്കണേ റബ്ബേ. അതാണ് ബാങ്കിന്റെ സ്നേഹം. ബാങ്കിലൂടെ അല്ലാഹു നബിയെ നിലനിർത്തിയിരിക്കുകയാണ്. ബാങ്ക് വഹയിന്റെ ദിവ്യവചനങ്ങളാണ്. ബാങ്ക് അല്ലാഹു നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പടച്ചോൻ പഠിപ്പിച്ചതായതുകൊണ്ടാണ്. എവിടെയാണ് ബാങ്കിന്റെ ശബ്ദം ഇല്ലാത്തത്? പറയാ, ബാങ്ക് കൊടുക്കുന്ന ആളുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കേൾക്കാത്തവരാരാ? ലോകത്തിന്റെ ഏതു ഭാഗത്താണ് ബാങ്ക് കേൾക്കപ്പെടാത്തത്? ബാങ്കിന്റെ വചനങ്ങൾ എവിടെയാണ് ഉയർത്തപ്പെടാത്തത്? ആ ബാങ്ക് ലോകത്തിന് സുപരിചിതനാക്കിയ വല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. മഹബ്ബത്ത് പറയുമ്പോ, സ്നേഹം പറയുമ്പോ ബിലാലിനെ മാറ്റി നിർത്താൻ കഴിയില്ല. എന്താ കാര്യം? ബിലാലിനെ ആരും സ്നേഹിച്ചിരുന്നില്ല. ബിലാൽ അടിമയായിരുന്നു. ബിലാൽ കറുത്തയാളായിരുന്നു. ബിലാലിനെ എല്ലാവരും മർദ്ദിച്ചിരുന്നു. പിൽക്കാലത്ത് സ്വഹാബികൾ പറയുന്ന കാര്യം എന്താണെന്നറിയോ? അഅതഖ സയ്യിദുനാ സയ്യിദനാ, ഞങ്ങളുടെ നേതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ നേതാവായ ബിലാലിനെ മോചിപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശപ്രകാരം ബിലാലിന്റെ അടുക്കൽ ചെല്ലുമ്പോ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ബിലാലേ, നിങ്ങളുടെ ആ കാലുകൾ ഉണ്ടല്ലോ, അതിന്റെ കവിൾത്തടത്തിൽ നിങ്ങൾ വെക്കണേ. ഉമറിന്റെ കവിൾത്തടത്തിൽ ബിലാലിന്റെ കാൽപാദം വെക്കാൻ പറഞ്ഞ സ്നേഹത്തിന്റെ ഓർമ്മയാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റേത്. ഭയങ്കര സ്നേഹമായിരുന്നു, വല്ലാത്ത സ്നേഹം. സ്വഹാബികൾക്കൊക്കെ ആ സ്നേഹം അറിയാമായിരുന്നു. നിങ്ങൾ ഓർത്തു നോക്കിയേ, മദീനയിൽ ബാങ്കുലിനാദം മുഴക്കാൻ ഇമാം പറയുന്നത് നബിയാണ് ഇമാം. അതുകൊണ്ട് റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അതീവ ദുഃഖമായി. ബിലാൽ പറയുന്നു, ഇനി ഞാൻ മദീന പള്ളിയിൽ ബാങ്ക് വിളിക്കില്ല. പലരും പല കാര്യങ്ങളും പറഞ്ഞു നോക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുമ്പോ ബിലാൽ പറഞ്ഞു, ഖലീഫ, നബിയില്ലാത്ത മദീന എനിക്കിനി കാണാൻ വയ്യ. കാരണം ബിലാൽ പല സന്ദർഭങ്ങളിലും അതിന് ശ്രമിച്ചു നോക്കും. പള്ളിയിലിരിക്കുമ്പോ, റൗള ഷരീഫിന്റെ സമീപത്തിരിക്കുമ്പോ ആയിഷ ബീവിയുടെ വാതിൽ തുറന്ന് അഷ്റഫുൽ ഖൽഖിന്റെ സുന്ദരമായ വദനം കാണുന്നത് ബിലാൽ പലപ്പോഴും ഇങ്ങനെ മനസ്സിൽ കാണും. ആ റൗളയിലേക്ക് നോക്കിയിട്ട് എപ്പോഴും ബിലാൽ ഇങ്ങനെ കണ്ണീരൊഴുക്കും. അതുകൊണ്ട് ബിലാൽ പറഞ്ഞു, ഖലീഫ, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്. ജിഹാദിന് വേണ്ടി പല ഭാഗങ്ങളിലും പോയവരുണ്ടല്ലോ, ഞാൻ അവരുടെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്കാണ് യാത്രയാകുന്നത്. പിന്നെ കുറെ കാലം മദീനയിലുള്ളവർക്ക് ബിലാലിനെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു ജനങ്ങളുമായി സഹവസിച്ച് ഹബീബായ നബിയുടെ ഓർമ്മയിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് ഒരു രാത്രിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു നബിയെ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ നബി തിരുമേനി വന്നുകൊണ്ട് ചോദിക്കുന്നു, മാ ഹാദൽ ജഫാഉ യാ ബിലാൽ,
എന്താ ബിലാലെ നിങ്ങൾക്കൊരു പണക്കം? എന്താണ് എന്നെ സന്ദർശിക്കാത്തത്? എന്താണ് നിങ്ങൾ എന്നെ കാണാൻ വരാത്തത്? പിറ്റേ ദിവസം ഒരു വാഹനം സംഘടിപ്പിച്ച് ബിലാൽ മദീനയിലേക്ക് പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു റൗളയിലെത്തി. റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുക്കൽ പോയി, ആ വിശുദ്ധമായ മണ്ണിൽ പോയി ബിലാൽ തന്റെ കണ്ണീരൊഴുക്കി, തന്റെ സങ്കടങ്ങൾ പറഞ്ഞു, അവിടുത്തെയോട് സംസാരിച്ചു, അവിടുത്തെയോട് എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് ബിലാൽ വന്നിരിക്കുന്ന വിവരം അറിഞ്ഞപ്പോ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ബിലാൽ വന്നു. അവരിങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു കാണുകയാണ്. കാരണം എല്ലാവർക്കും ചിരപരിചിതനാണ്. ആ ശബ്ദമാധുര്യത്തിൽ ലയിക്കാത്തവർ മദീനയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരിങ്ങനെ ബിലാലിനോട് പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയമായപ്പോ ഒന്ന് ബാങ്ക് വിളിക്കുമോ ബിലാലെ? ഞങ്ങൾ കുറെ കാലമായല്ലോ അത് കേട്ടിട്ട്, ഒന്ന് ബാങ്ക് മുഴക്കുമോ? ആ ഓർമ്മയിൽ ഞങ്ങൾ ഒരല്പസമയം നിൽക്കട്ടെ. ബിലാൽ പറഞ്ഞു, എനിക്ക് കഴിയില്ല. പലരും പറഞ്ഞു, ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസനും ഹുസൈനും പറഞ്ഞു. ബിലാൽ അനുവദിക്കുന്നില്ല, എനിക്കതിന് കഴിയില്ല, എനിക്കതിന്റെ മനസ്സിന് കരുത്തില്ല അത് പറയാൻ, ബാങ്ക് വിളിക്കാൻ. അവസാനം ആരൊക്കെയോ പറഞ്ഞു, ഇവരെ നിങ്ങൾക്കറിയില്ലേ, ഇവർ റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളല്ലേ, അതുകൊണ്ട് ഇവർ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് കേൾക്കാതിരിക്കുന്നത്? ഒടുവിൽ ബിലാൽ അത് സമ്മതിച്ചു. മദീന പള്ളിയുടെ ഭാഗത്തുണ്ടായിരുന്നവർ പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു നടക്കുകയാണ്. അവരുടെ കൽബിൽ നബി നിറയുകയാണ്, അവരുടെ കണ്ണുകൾ സജലങ്ങളാവുകയാണ്. ബിലാലാവട്ടെ ഓർമ്മയിൽ ബിലാലിന്റെ മനോനില തെറ്റുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറയുകയാണ്, കാലുകൾ വിറകൊള്ളുകയാണ്. അവിടെ നിന്ന് വീണു പോകുമോ എന്ന പാവം മനുഷ്യൻ കരുതുകയാണ്. എന്നാലും ആത്മധൈര്യം സംഭരിച്ച് ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച ആ വാക്കുകൾ, ആ മനോഹരമായ വചനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി മുഴക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു തയ്യാറാവുന്നു. മദീന പള്ളിയിൽ ആ ഉയർന്ന ഭാഗത്ത് നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ആ ശബ്ദവീജികൾ മദീനയിൽ അലയടിച്ചു. വീടുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങി. അങ്ങാടിയിൽ കച്ചവടം ചെയ്തിരുന്ന ആളുകൾ സാധനങ്ങൾ താഴേക്കിട്ടു. അവരോടുകയാണ്. പലരും പറയുന്നുണ്ട്, നബി വന്നോ, നബി തിരിച്ചു വന്നോ? ബിലാലിന്റെ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? മദീന അപ്പോഴേക്ക് ആളുകൾ ഇങ്ങനെ നിറയുകയാണ്. മദീന കരയുകയാണ്. ആളുകൾ വാവിട്ട് നിലവിളിക്കുകയാണ്. ബിലാലിന് നിമിഷങ്ങളോളം മിണ്ടാൻ കഴിയുന്നില്ല. ഇനി ഞാൻ എങ്ങനെ അടുത്ത വാചകം പറയും? എന്നാലും ആത്മധൈര്യം സംഭരിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇനി ഞാൻ എന്തു പറയണം? ആളുകൾ നിലവിളിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയുമ്പോ, പണ്ടെന്ന് പറയുമ്പോ, നബി ഉണ്ടാകുമ്പോ, റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ 14 രാവിനെ തോൽപ്പിക്കുന്ന മനോഹരമായ പുഞ്ചിരിയുമായി റസൂലുള്ളാഹി തങ്ങളാ പള്ളിയിലിരിക്കുന്നത് ബിലാൽ തന്റെ കണ്ണുകളിൽ കാണുകയാണ്. എന്നാലും ഒരാത്മധൈര്യം കൽബിൽ എവിടെയോ ഉണ്ടോ? കണ്ണുകൾ നിറയുമ്പോ, കാലുകൾ വിറക്കുമ്പോ, മുട്ടുകൾ കൂട്ടിയിടിക്കുമ്പോ ആ സ്നേഹം കൊണ്ട് ബിലാൽ തളർന്നു വീഴുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് പറയാൻ പോലും കഴിയാത്തയത്ര സ്നേഹം കൊണ്ട് നിർമ്മലമായി പോയിരുന്നു, മഹബ്ബത്ത് കൊണ്ട് ആർദ്രമായി പോയിരുന്നു അവരുടെയൊക്കെ മനസ്സുകൾ. അല്ലാഹു തമ്പുരാൻ ബാങ്കിലൂടെ റസൂലുള്ളാഹിന്റെ ഓർമ്മയും ആ സ്നേഹവും നിലനിർത്തിയിരിക്കുകയാണ്. നിസ്കാരത്തിലൂടെ, ബാങ്കിലൂടെ, കലിമയിലൂടെ ഖുദാനെ നാം തേരാ നാം സേ അപ്നാ മിലായാ ഹേ. സ്വഹാബികൾക്കിടയിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പരിശ്രമം റസൂലുള്ളാഹിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അത് സ്വഹാബികളിൽ മാത്രമല്ലല്ലോ, പരിശുദ്ധ ഖുർആനിൽ ഹബീബിനെ കുറിച്ച് എന്തെല്ലാമാണ് അങ്ങനെ പറഞ്ഞത്? റസൂലുള്ളാഹിനെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചാണ്? അല്ലേ? മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എനിക്ക് നിന്നോട് പണക്കമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ എന്ത് സന്തോഷാണ്. ഇവിടെ ഇതാ അല്ലാഹു പറയുന്നു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു അങ്ങയെ അകറ്റിയിട്ടില്ല, അല്ലാഹു അങ്ങയോട് കോപിച്ചിട്ടില്ല. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. അതൊക്കെ സ്നേഹമല്ലാതെ മറ്റെന്താണ്? അല്ലാഹു, നമ്മൾ പറയില്ലേ, ഏറ്റവും
ഏറ്റവും സ്നേഹിച്ചത് നബിയെയാണെന്നുള്ളതിന് ഇനി അപ്പുറം എന്താ പറയാ? നബിയെ അങ്ങയുടെ രക്ഷിതാവ് അങ്ങേക്ക് നൽകും, അപ്പോഴങ്ങ് തൃപ്തിപ്പെടും. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. അള്ളാഹു നബിയോട് പറഞ്ഞു, നബിയെ അള്ളാഹു അങ്ങേക്ക് നൽകും, അപ്പോഴങ്ങ് തൃപ്തിപ്പെടും. അപ്പൊ റസൂലുള്ളാഹിനോടൊപ്പം മറ്റൊരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതനോടും സമാനമായത് തന്നെ അള്ളാഹു പറഞ്ഞു. നബിയെ സ്നേഹിച്ചതിന് അള്ളാഹു തആല കൊടുത്ത ഒരു പ്രതിഫലം പോലെ. ആ സ്നേഹിതൻ ആരാ? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. എല്ലാവരും ഒന്ന് പറയൂ, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. മർഹബാ എ ജാനെ ജാനാ ജാനെ ഈമാൻ യാ നബി. मरहबा महबूब यज़दा शाह खूबा या नबी. आप आए रोशनी फैली अंधेरा छट गया. मरहबा सद मरहबाए मेहरताबा या नबी. റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോഴൊക്കെ അതാണ്. റസൂലുള്ള വരുന്നു, ആ ഇരുട്ട് മുഴുവൻ മാറുന്നു, വെളിച്ചം വിതറുന്നു. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിയെ മഹത്വപ്പെടുത്തി ഇപ്പോ എന്തെല്ലാം വചനങ്ങൾ ഇവിടെ പറഞ്ഞു. അതിലധികവും നബി എന്ന വെളിച്ചാണ്, നബി നൂറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനും അല്ലാഹു തമ്പുരാൻ നൽകാത്ത വിശേഷണം റസൂലുള്ളാഹിക്ക് നൽകി. സിറാജം മുനീറാ, കത്തിജ്വലിക്കുന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ, ആ വിളക്ക്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ മഹത്വപ്പെടുത്തുമ്പോ അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ നമ്മൾ പാടുന്നത്. അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ഉദയം കൊള്ളുകയാണ്, പൂർണ്ണചന്ദ്രന്മാർക്കിടയിൽ നക്ഷത്രം ഉദയം കൊള്ളുന്നത് പോലെ, നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ ഉദയം കൊള്ളുന്നത് പോലെ. അതുകൊണ്ടാണ് അശ്റഖൽ ബദറു അലൈനാ ഫഖ്തഫത് മിൻഹൽ ബുദൂറു. അങ്ങ് ഞങ്ങളുടെ ആ വെളിച്ചമാകുന്ന റസൂലുള്ളാഹി വന്നപ്പോ ബാക്കിയുള്ള ചന്ദ്രനും ബാക്കിയുള്ള സൂര്യനും ഒക്കെ അപ്രത്യക്ഷമായി പോയി. അതുകൊണ്ടാണല്ലോ ഹബീബിനെ ആദ്യം കാണുമ്പോ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ. നബിയെ കാണുന്ന മാത്രയിൽ ആ മുഖകമലം പ്രശോഭിതമാണ്, ആ വദനം സുന്ദരമാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും നിന്ന സ്നേഹിതൻ സ്നേഹം കൊണ്ട് മാത്രം നബിയോടൊപ്പം ചേർന്ന്. മഹാന്മാര് പറയുന്നുണ്ട് സിദ്ദീഖുള്ളാഹിനെ പറ്റി പറയുമ്പോ, അവിടുത്തെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മഹബ്ബത്താണ്. കുറെ നിസ്കാരമോ കുറെ നോമ്പോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, അതിനേക്കാളൊക്കെ നബി നബി മേരാ നബി മേരാ ഈമാൻ ഹേ, മുസ്തഫ की सबसे ऊंची शान है. मेरा नबी मेरा ईमान है. എന്റെ നബിയാണ് എന്റെ ഈമാൻ എന്ന് പ്രഖ്യാപിച്ചയാൾ. അല്ലാഹു തആല സഹാബികളോട് ഒരു കാര്യം പറഞ്ഞു. ഇനിയിപ്പോ സഹാബികളെ, നിങ്ങൾ നബിയെ സഹായിച്ചിട്ടില്ല എങ്കിലും അള്ളാഹു നബിയെ സഹായിക്കും. പറഞ്ഞില്ലേ? സഹാബികളോട് പറഞ്ഞില്ല, റസൂലുള്ളാഹിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ സഹാബികളോട് പറയാൻ. അങ്ങനെ അള്ളാഹു നബിയെ സഹായിച്ച കാര്യം പറഞ്ഞപ്പോ അവിടെയും ഈ മനുഷ്യനെ സിദ്ദീഖ് എന്നവരെ അള്ളാഹു ഒഴിവാക്കിയില്ല. അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇല്ലാ തൻസുറൂ, നിങ്ങൾ നബിയെ സഹായിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സഹായം അല്ലാഹുവിന്റെ റസൂലിന് ആവശ്യമില്ല. കാരണം എന്താ? ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ. ആ ഗുഹയിൽ കഴിഞ്ഞ സംഭവം പറയാണ് അല്ലാഹു തആല. എന്നിട്ട് പറയാൻ അവിടെ കൂട്ടുകാരനുണ്ട് കൂടെ. ഇത് യഖൂലു ലിസാഹിബി, ആ സാഹിബ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വാക്കാണ്. നബിയുടെ സാഹിബ്, നബിയുടെ കൂട്ടുകാരൻ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ആയിഷ ബീവി പറയാണ്, ഒരു നട്ടുച്ച സമയത്തുണ്ട് നബി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. നബി ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹാ ഉറക്ക വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞതാ, നബി ഇതാ വരുന്നു. ആയിഷ ബീവി ചെറിയ കുട്ടിയാണ്.
അങ്ങനെ വരുമ്പോ വാപ്പയായ സിദ്ദീഖ് സന്തോഷത്തോടെ വീടിന്റെ പുറത്തേക്ക് വന്നു റളിയല്ലാഹു അൻഹു. നബി വരുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങളെ കണ്ടപാടെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മർഹബൻ ബി റസൂലില്ലാഹ്, നബിക്ക് സ്വാഗതം. ഇന്ന് നബി ഈ സമയത്ത് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രധാന കാര്യത്തിന് വേണ്ടിയാണ്. അത് പറഞ്ഞു, അതേ അബൂബക്കറെ, പ്രധാന കാര്യത്തിന് വേണ്ടി തന്നെയാണ്. എന്താ പ്രധാന കാര്യം? ഖദ് ഉദിന ലീ ബിൽ ഖുറൂജ്, എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോകാൻ അല്ലാഹു സമ്മതം നൽകിയിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ എന്താ ചോദിക്കുക, എപ്പോഴാ ടിക്കറ്റ്, എപ്പോഴാ പോണത്? സിദ്ദീഖ് ചോദിക്കുന്നത് എന്താണ്? അസ്സഹാബത യാ റസൂലല്ലാഹ്, അങ്ങയോടൊപ്പം ഞാനും വരട്ടെയോ നബിയേ? അപ്പൊ നബി പറഞ്ഞു, അതേ അബൂബക്കറെ, എന്റെ കൂടെ വരാൻ, നിങ്ങളെയും കൂട്ടാൻ, നിങ്ങളെ കൂട്ടിപ്പോകാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരാൾ സന്തോഷം കൊണ്ട് കരയുമെന്ന് അന്ന് വരെ ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ ഉപ്പ കരയുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സന്തോഷം കൊണ്ടൊരാൾക്ക് കരയാൻ കഴിയുമെന്ന്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് മക്ക കീഴടക്കിയ ദിവസം ആളുകൾ ഇങ്ങനെ വന്ന് മുസ്ലിമാകുകയാണ്. അപ്പോഴുണ്ട് സിദ്ദീഖിനെ കാണുന്നില്ല. കുറെ കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത് ഒരു വയോവൃദ്ധനുമായിട്ടാണ്. ആ വയോവൃദ്ധനെ മുമ്പൊരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് തള്ളിയിട്ടിട്ടുണ്ട്. നബിയെ ചീത്ത പറഞ്ഞപ്പോ അബൂ ഖുഹാഫ 100 വയസ്സിനടുത്തായിട്ടുണ്ട്. താടി രോമങ്ങളൊക്കെ നീണ്ട്, മുടിയെല്ലാം ഇങ്ങനെ പാറിപ്പറന്ന് വേച്ച് വേച്ച് തന്റെ ഉപ്പയുടെ കൈപിടിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബൂബക്കറെ, എന്തിനാണ് ഈ വൃദ്ധൻ അങ്ങോട്ട് കൊണ്ടുവന്നത്? നമുക്ക് അങ്ങോട്ട് പോകായിരുന്നല്ലോ. വേണ്ട നബിയേ, അങ്ങയുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരാനാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇങ്ങോട്ട് വരാം. എന്താ കാര്യം? എന്തിനാ വാപ്പാനിട്ട് വന്നത്? കൈപിടിച്ച് മുസ്ലിമാകാനാണ്. റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് വൃദ്ധനായ അബൂ ഖുഹാഫ ഷഹാദത്ത് ചെല്ലുമ്പോ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സിദ്ദീഖ് എന്നവർ കരയുകയാണ്. കരഞ്ഞ അദ്ദേഹത്തിന്റെ കണ്ണീരിങ്ങനെ ഒഴുകുമ്പോ എല്ലാവർക്കും വലിയ കൗതുകം. എന്തിനാണ് ഇയാൾ കരയുന്നത്? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു ചോദിച്ചു. അപ്പോഴൊരു കാര്യം പറഞ്ഞു, നബിയേ, ഞാൻ ആലോചിച്ചു പോയത്, വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ആഗ്രഹിച്ചിരുന്നല്ലോ അങ്ങയുടെ കയ്യിൽ അങ്ങയുടെ മൂത്താപ്പയായ പിതാവിന്റെ സഹോദരനായ അബൂ ത്വാലിബ് ഇതുപോലെ ഒന്ന് പിടിക്കാൻ. ഞാൻ ആലോചിച്ചു പോയത്, അങ്ങനെ ഒന്ന് പിടിച്ചിരുന്നുവെങ്കിൽ യാ റസൂലല്ലാഹ്, അത് അങ്ങേക്ക് സന്തോഷമാകുമായിരുന്നല്ലോ. ഇങ്ങനെ സ്നേഹിക്കാൻ ആർക്കാ കഴിയാ? അതുകൊണ്ടാണ് ഇത് യഖൂലു സാഹിബി. അതുകൊണ്ടാണ് വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ, അല്ലാഹ് അങ്ങേക്ക് നൽകും, അങ്ങ് തൃപ്തിപ്പെടും. ഇവിടെ ഇതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചും പറയുന്നു, വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅതി മാലഹു യതസക്കാ വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅലാ വലസൗഫ യർളാ. സിദ്ദീഖിനുള്ളത് അള്ളാഹു കൊടുക്കും. സിദ്ദീഖ് എന്നവർ തൃപ്തിപ്പെടുകയും ചെയ്യും. അല്ലാഹ് നബിയെ പരിചയപ്പെടുത്താത്ത വചനങ്ങൾ ഏതാണ്? ഇന്നാ അഅതൈനാകൽ കൗസർ ദിൽദാർ ബഡേ ആയേ महबूब बड़े देखे सब देखे मगर तेरे कदमों के पढ़े आए. എത്ര കാമുകി കാമുകന്മാരെയും എത്ര പ്രേമിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ കാൽപാദത്തിന്റെ അവിടെ എല്ലാ സ്നേഹിതന്മാരും വന്നു ചേരുകയാണ്. കാരണം എന്താണ്? ജന്നത്ത് ബി ഉനീകി ഹേ कौसर भी उन्हीं की है सच पूछो तो अल्लाह की रहमत भी उन्हीं की है दोनों जहां यारो जागीर मुहम्मद की
ഇരു ലോകത്തിന്റെയും സ്ഥാനം, എല്ലായിടങ്ങളിലുമുള്ള സ്ഥാനം അത് അഷ്റഫുൽ ഖൽഖിന് മാത്രമാണ്. സ്വർഗം അവിടുത്തെയുടേതാണ്, ജനാഉൽ കൗസർ അവിടുത്തെയുടേതാണ്. നിങ്ങൾ ചോദിക്കൂ, അല്ലാഹുവിന്റെ കാരുണ്യം മുഴുവൻ ഹബീബായ നബിയിലൂടെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ആ സഹാബികളുടെ കൂടെ കൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊരു രസമായിരുന്നു അള്ളാഹ് പഠിപ്പിച്ച മര്യാദ. നബി അവരൊരിക്കലും പേര് വിളിക്കൂല. യാ നബി അല്ലാഹ്, യാ റസൂൽ അല്ലാഹ്. ഭാര്യമാര് വിളിക്കുകയാണെങ്കിലും മക്കൾ വിളിക്കുകയാണെങ്കിലും സഹാബികൾ വിളിക്കുകയാണെങ്കിലും ഒക്കെ നബി തിരിച്ചു വിളിച്ചാലോ ലബ്ബൈക യാ റസൂലല്ലാഹ്. വീട്ടിൽ പോയാൽ നബിയെ കാണണം, നബിയുടെ അടുക്കൽ വരണം, ആ സദസ്സിലിരിക്കണം. നബിയുടെ മുഖത്തേക്ക് നോക്കോ, റസൂലുള്ള നോക്കിയാൽ അവർ കണ്ണുകൾ താഴ്ത്തുമായിരുന്നു. അതുകൊണ്ട് അംർ ഇബ്നുൽ ആസ് പറയുകയാണ് തന്റെ മക്കളോട്, നബിയുടെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ അവിടുത്തെയുടെ മുഖം കണ്ടിട്ടില്ല, ഞങ്ങൾ അവിടുത്തെയുടെ മുഖം കണ്ടിട്ടില്ല. സ്വഹാബികൾക്ക് അത്ര വലിയ മര്യാദ. ലാ തർഫഉ യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. റസൂലുള്ളാഹിന്റെ ശബ്ദത്തിന് മേലെ ശബ്ദം ഉയർത്താൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ പാലിച്ചു സഹാബികൾ. സ്നേഹമായിരുന്നു ആ വിശുദ്ധമായ മദീന നഗരിയിൽ ഒഴുകിയിരുന്നത്. തിരുദൂ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യമായ പാദം ചുംബിച്ച ആ മണ്ണ്, അതിനെ സ്നേഹിക്കുക, സ്വഹാബികളെ ഇഷ്ടപ്പെടുക. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ മോഹം അതാണ്, ഈ മൗലിദ് ഓതിയത് അതിനാണ്, നമ്മളുടെ സ്വപ്നങ്ങൾ അതാണ്. നമുക്കത് കഴിഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് കഴിയും നബിയോട് മര്യാദയോടെ പെരുമാറാൻ, റസൂലുള്ളാഹിന്റെ ഓർമ്മകൾ നിലനിർത്താൻ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ട് മുമ്പ് സ്ഥാപിതമായത് ഈ സംരക്ഷണത്തിനാണ്. അതാണ് നമ്മുടെ ആദർശം എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അവിടുത്തെയോടുള്ള സ്നേഹം, അവിടുത്തെ സ്നേഹിച്ചവരോടുള്ള സ്നേഹം, അത് ആ കാലഘട്ടം മുതൽ പല രീതിയിലും വികൃതമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ച പാരമ്പര്യമുള്ള നമ്മുടെ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് തുടർന്നുകൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹിയോടുള്ള മര്യാദ, അവിടുത്തെയോടുള്ള അദബ് ഓരോ വാക്കിലും നോട്ടത്തിലും പെരുമാറ്റത്തിലും പ്രകടിപ്പിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. സാന്ദർഭികമായിട്ട് പറയാൻ, സമസ്തയുടെ നേതൃത്വവും സമസ്തയുടെ പ്രവർത്തകന്മാരും ആ വിഷയത്തിൽ പ്രതിജ്ഞാബദ്ധതയോടെ മുന്നോട്ട് പോകണം. SKSSF ഈ റബീഉ ക്യാമ്പയിൻ കഴിഞ്ഞാൽ ഉടനെ എല്ലായിടങ്ങളിലും വളരെ ഉജ്ജ്വലമായ രീതിയിൽ, വിപുലമായ രീതിയിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ക്യാമ്പയിന് ആദർശ ക്യാമ്പയിനാണ്. കാരണം പല രീതിയിലും നമ്മളുടെ പരിസരങ്ങൾ മലീമസമാണ്. മുമ്പ് തെറ്റാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യം എന്തായിരുന്നോ ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും അതിനനുസരിച്ചുള്ള നീക്കങ്ങളും നടത്തിയത് പല രീതിയിലും തകിടം മറിക്കപ്പെടുന്ന സാഹചര്യമാണ്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്, അതിനെ തിരുത്തുക എന്നുള്ളത്, യഥാർത്ഥ വിശ്വാസത്തിന്റെ മാർഗം, പ്രവാചകന്റെ മാർഗം, ആ നബിയെക്കുറിച്ച് ഈ ലോകത്തിന് ആദർശബദ്ധമായ രീതിയിൽ പരിചയപ്പെടുത്തുക എന്നത് സമസ്തയുടെ SKSSFന്റെ ബാധ്യതയാണ്. സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ ആ പ്രസ്ഥാനത്തിന്റെ ഓരോ വഴികളും ഹബീബായ നബിയിലേക്ക് ചേരുന്നതാണ് എന്ന ചിന്തയോടെ യഥാർത്ഥ മാർഗം, സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടേതാണ് എന്ന നിശ്ചയദാർഢ്യത്തോടെ, വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരാകണം. നമുക്ക് ആ സ്നേഹത്തിന്റെ പരിസരത്ത് നന്മകൾ മാത്രം കാണാൻ കഴിയുന്നവരാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതാണ് സ്വഹാബത്തുൽ കിറാമിന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വലിയ സ്നേഹത്തിന്റെ വിശാലമായ കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവസാനിക്കുകയില്ല ആ സ്നേഹത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ. ഇൽഹാം ഹേ ജാമാ തേരാ ഖുർആൻ ഇമാമാ ഹേ തേരാ മിമ്പർ തേരാ അർശേ ബരി യാ റഹ്മത്തൽ ലിൽ ആലമീൻ.
അങ്ങണിഞ്ഞിരിക്കുന്ന വസ്ത്രം ദിവ്യബോധനത്തിന്റേതാണ്. അങ്ങയുടെ തലപ്പാവ് വിശുദ്ധമായ ഖുർആനിന്റേതാണ്. അങ്ങ് സംസാരിക്കുമ്പോ സംസാരപീഠമായിട്ട് അങ്ങ് ഉപയോഗിക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ അർശാണ്. നമ്മൾ ആ സ്നേഹത്തിൽ ലയിക്കുക, ആ സ്നേഹത്തിലേക്ക് ചേരുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുദീർഘമായിട്ട് സംസാരിക്കാൻ അവസരമില്ല. യുഎഇയിലെ സമസ്തയുടെ നേതൃത്വത്തിലുള്ള സുന്നി കൗൺസിൽ വളരെ ഉജ്ജ്വലമായ രീതിയിലാണ്, ഗംഭീരമായ രീതിയിലാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ ആരെയും അഭിസംബോധന ചെയ്തിട്ടില്ല. എല്ലാവരും നേതാക്കന്മാരാണ്. ബഹുമാന്യനായ സയ്യിദ് ബുക്കോയ തങ്ങൾ ഉൾപ്പെടെ, ഷുഐബ് തങ്ങൾ ഉൾപ്പെടെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹുസൈൻ ദാരിമി ഉൾപ്പെടെ, അതുപോലെയുള്ള നേതാക്കന്മാരും, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഉസ്താദുമാരെ കാണുമ്പോൾ അതിൽ ഒട്ടുമിക്ക പേരും എന്റെ ദാറുൽ ഹുദയിലെ ഉസ്താദുമാരാണ്. ഇവിടെയുള്ള ഷൗക്കത്ത് അലി ഹുദവി എന്റെ ഉസ്താദാണ്, ഷാക്കിർ ഹുദവി അവർ എന്റെ ഉസ്താദാണ്. അതുപോലെ കുറെ ഉസ്താദുമാരെ ഞാൻ ഇവിടെ കണ്ടു. കുറെ ഹുദവികളായിരിക്കുന്ന ദാറുൽ ഹുദയിൽ എന്റെ ഉസ്താദുമാർ. ബഹുമാന്യനായ അബ്ദുൽ ജലീൽ ദാരിമി ഉസ്താദ് അവർ ദാറുൽ ഹുദയിൽ എന്നെ 1ാം വർഷം 2 വിഷയം പഠിപ്പിച്ച നമ്മളുടെ ഉസ്താദാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. ഇനി ഈ സദസ്സ്, എനിക്ക് പറയാനുള്ള ചെറിയൊരു കാര്യം, ഭക്ഷണമൊക്കെ കിട്ടിയിട്ട് അത്യാവശ്യം പോകാനുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും. ഇനി പോകാൻ ഉദ്ദേശിക്കാത്ത ആളുകളൊക്കെ സദസ്സിലിരിക്കുക. ഇനി ഇവിടെ ദുആയാണ് നടക്കുന്നത്. ദുആക്ക് നേതൃത്വം നൽകുന്നതാവട്ടെ ആദരണീയനായ സയ്യിദ് മുബശ്ശിർ തങ്ങൾ അവറുകളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാങ്ങൾ ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ടായിരുന്നുള്ളത് ഈ സദസ്സിന്റെ സ്വീകാര്യതയുടെ അടയാളമാണ്. മുബശ്ശിർ തങ്ങള് ഒരു 5 മിനിറ്റ് ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ആമീൻ പറഞ്ഞു പോകുക എന്നുള്ളതാണ് ഈ സദസ്സ് സ്വീകരിച്ചു എന്നതിന് നമ്മളൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട അടയാളം. അപ്പൊ അത്യാവശ്യമില്ലാത്ത വോളണ്ടിയർമാർ, അത്യാവശ്യമില്ലാത്ത എല്ലാവരും സദസ്സിലൊന്ന് അടങ്ങിയിരുന്ന് ബഹുമാന്യനായ തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ ആ ദുആയും കഴിഞ്ഞു പോകുമ്പോ ഈ സദസ്സ് നമ്മളുടെ മനസ്സിൽ ഒരിക്കലും മറക്കാത്ത ആന്തോളനങ്ങൾ സൃഷ്ടിക്കും. നമ്മളുടെ മനസ്സിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും. നമ്മളുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകും. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. നമ്മളെല്ലാവരും പല രീതിയിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളുമാണ്. പ്രത്യേകിച്ച് വയനാട് നമ്മളുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച പ്രയാസം നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒന്നും ആ ഒരു ഭവിഷ്യത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ ആ ഒരു അവസ്ഥകൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ, നമ്മളുടെ ഓരോരുത്തരുടെയും കച്ചവടങ്ങൾ, ജോലികൾ, കുടുംബത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളുടെ കാര്യങ്ങൾ, ഇതെല്ലാം വെച്ച് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സ് ഇഖ്ലാസുള്ള സദസ്സാക്കി തരണേ തമ്പുരാനെ. നിന്റെ റഹ്മത്ത് വഴിഞ്ഞൊഴുകുന്ന സദസ്സാക്കി തരണേ റഹ്മാനെ. നിന്റെ ഹബീബായ നബിയുടെ തിരുനോട്ടമുള്ള സദസ്സാക്കണേ തമ്പുരാനെ. നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെയൊക്കെ കണ്ട് നാളെ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ കാരണമാകുന്ന മജ്ലിസായി ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റബ്ബേ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.